കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് പഠിച്ചത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഡി, nth ടേം an equal to a plus n minus 1d, sum of first n terms sn equal to n by 2 2a plus n minus 1d. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിച്ചത്. അതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു പ്രോഗ്രഷനാണ് പഠിക്കുന്നത്, പുതിയൊരു സീക്വൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ടേം എന്താ നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ, ഈ സീക്വൻസിൽ വരുന്ന നെക്സ്റ്റ് ടേം എന്താ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് 2 4 8 2 4 8 16. നെക്സ്റ്റ് ടേം ഏതാ? 32. നെക്സ്റ്റ് ടേം ഇസ് 32. ആ 32 നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 16 എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് നമുക്ക് 32 കിട്ടുന്നത്. നെക്സ്റ്റ് ടേം 64 ആയിരിക്കും. 32 ഇൻറ്റു 2 64 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സീക്വൻസിലേക്ക് വരാം. ഫസ്റ്റ് സീക്വൻസിൽ നിങ്ങൾ ഇൻറ്റു 2 ചെയ്തു. ഇനി സെക്കൻഡ് സീക്വൻസിൽ ഓരോ ടേമും ശ്രദ്ധിച്ച് നോക്കാം. 3 9 27 ഉണ്ട്. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 81. ആൻസർ ഇസ് 81. 3 into 3 is 9. 9 into 3 is 27. 27 into 3 is 81. ഇപ്പോൾ നിങ്ങളിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 81 കണ്ടുപിടിച്ചത്. ഇനി മൂന്നാമത്തെ സീക്വൻസ് 1/2 1/4 1/8. അടുത്ത ടേം ഏതാ? 1/16. 1/16 ആണ്. 1/2 into 1/2 is 1/4. 1/4 into 1/2 is 1/8. 1/8 into 1/2 is 1/60. ഇപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് 1/2 കൊണ്ടാണ്. ഓക്കെ, ഓരോ ടേം നെക്സ്റ്റ് ടേം കിട്ടാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1/2 കൊണ്ടാണ്. ഇനി അടുത്ത ടേമിൽ നോക്കിയേ, 1/9 ഉണ്ട്. സെക്കൻഡ് ടേം -1/27 ആയുള്ളത്. 9ൽ നിന്നും 27 കിട്ടാൻ ഇൻറ്റു 3 ചെയ്യണം നമുക്കറിയാം. ഓക്കെ, ഇൻറ്റു 3 ചെയ്താലാണ് 27 കിട്ടാം. ഡിനോമിനേറ്ററിലാണ് ഈ 27 ഇരിക്കുന്നത്. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1/3 കൊണ്ടാണ്. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആയില്ല. ആദ്യത്തെ ടേം പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടേം വരുമ്പോൾ അത് നെഗറ്റീവ് ആയി. അപ്പം നെഗറ്റീവ് ആവണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -1/3 കൊണ്ടാണ്. 1/9 ഇൻറ്റു -1/3 -1/27 കിട്ടും. -1/27 ഇൻറ്റു -1/3 മൈനസ് പ്ലസ് ആകും. 27 into 3 81 ആകും. 1/81 into -1/3 -1/243. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് -1/3 കൊണ്ടാണ്. നൗ കൺസിഡർ ഫിഫ്ത്ത് സീക്വൻസ് 1/10 1/100 1/1000 എക്സെട്ര. ഇപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ടേം കിട്ടുന്നത് 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. 1/10 into 1/10 is 1/100. 1/100 into 1/10 is 1/1000. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 1/10 കൊണ്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നോക്കി, അവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ഓക്കെ, അതായത് a2 - a1 ഒരു ഡിഫറൻസ് കിട്ടും നമുക്ക്. ആ ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു. ഈ സീക്വൻസിൽ സെക്കൻഡ് ടേം, ഞാൻ ആദ്യത്തെ സീക്വൻസ് എടുക്കുവാണേ. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു 2. സെക്കൻഡ് ടേം ഇസ് 4, ഫസ്റ്റ് ടേം ഇസ് 2. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 2. തേർഡ് ടേം a3 ഡിവൈഡ് ബൈ a2. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് a2 ബൈ a1 ആണ്. 4/2 ഈക്വൽ ടു 2. Now third term divided by second term 8/4 which is equal to 2. 16/8 equal to 2. 32/16 equal to 2. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റേഷ്യോ കിട്ടുന്നുണ്ട്. a2 ബൈ a1 ഈക്വൽ ടു a3 ബൈ a2. ആ റേഷ്യോ ഈക്വൽ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇവിടെ എല്ലാം ആ റേഷ്യോ എല്ലാം ഈക്വൽ ആണ്, 2 ആണ്. ആ റേഷ്യോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് r ഈക്വൽ ടു 2. ആൻഡ് ദാറ്റ് വാല്യൂ r is known as common ratio. കോമൺ റേഷ്യോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സീക്വൻസിൽ നോക്കിയേ, a2 ഡിവൈഡ് ബൈ a1 ഇസ് 9/3. ഓക്കെ, വിച്ച് ഇസ് 3. 27/9 is 3. 81/27 is 3. So in the second case, when in the second sequence, common ratio r is equal to 3. In third sequence, r is equal to 1/2. Here r is -1/3. In this case r is equal to 1/10.
ഓക്കെ, ഇപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് കോമൺ റേഷ്യോ. This type of sequences are known as geometric sequences. Condition is a2 by a1 equal to a2 by a1 equal to a3 by a2, which is equal to a4 divided by a3, or in general an plus 1 divided by an is a constant. That constant is denoted by r. An plus 1 divided by an equal to r, which is a constant. These type of sequences are known as geometric sequences or geometric progression. Geometric progression. Geometric progression or GP. A sequence A1, A2, A3, etc. is called a geometric progression if each term is non-zero and an plus 1 divided by an equal to r, where r is a constant. ഇതാണ് condition. an plus 1 divided by an, the ratio of two consecutive terms, is a constant. an plus 1 divided by an is a constant. That constant is denoted by r, and that value, that r, is known as common ratio. Now, first term of a GP is denoted by a. A is the first term, r is the common ratio, L is the last term, or it is also known as an, nth term. Last term ne nammal nth term kodi aayittaan edukka. Last term is an. Now, first term is a. Second term കിട്ടുന്നത് a നെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. a into r ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അതായത് ar ആണ് സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം ഇൻറ്റു r ചെയ്യണം. ആ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ആദ്യത്തെ സീക്വൻസ് എഴുതി 2, 4, 8 എക്സെട്ര എഴുതി. അതായത് 2 into 2 ആണ് 4. ആദ്യത്തെ നമ്പർ 2, ആ കോമൺ റേഷ്യോ r 2 ആണ്. ഈ ഫസ്റ്റ് നമ്പറിനെ 2 into 2 ചെയ്തപ്പോൾ 2 into 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. 4 into 2 ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. 8 into 2 ചെയ്യുമ്പോൾ അടുത്ത ടേം 16 കിട്ടും. 16 into 2 ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ടേം കിട്ടുന്നത്. അപ്പോൾ ഓരോ ടേമിനെയും ആദ്യത്തെ ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. ആദ്യത്തെ ടേം എനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, AR ചെയ്യണം, അപ്പോൾ സെക്കൻഡ് ടേം കിട്ടും. AR into 6 ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ടേം AR സ്ക്വയർ കിട്ടുന്നത്. AR സ്ക്വയർ ഇൻറ്റു 6 ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും, അത് AR ക്യൂബ് ആണ്. നെക്സ്റ്റ് ടേം AR⁴ ആണ്. ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. ഫസ്റ്റ് ടേം നമ്മൾ എടുക്കുന്നത് A ആയിട്ടാണ്. ഫസ്റ്റ് ടേം ഇസ് A. ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ, ദാറ്റ് ഇസ് A into R. നെക്സ്റ്റ് ടേം ഇസ് AR into R. അപ്പോൾ R into R, R സ്ക്വയർ വരും. സോ നെക്സ്റ്റ് ടേം ഇസ് AR സ്ക്വയർ. AR സ്ക്വയർ ഇൻറ്റു R ഇസ് AR ക്യൂബ്. R സ്ക്വയർ ഇൻറ്റു R ഇസ് R ക്യൂബ്. അങ്ങനെ അവിടെ R ക്യൂബ് വരുന്നത്. R ക്യൂബിനെ ഒന്നും കൂടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r⁴ കിട്ടും. അപ്പോൾ ടേംസ് വരുന്നത് AR, AR സ്ക്വയർ, AR ക്യൂബ്, AR⁴ എക്സെട്ര. ഇതാണ് GPയിലെ ടേംസ്. AR, AR സ്ക്വയർ, AR⁴, AR⁴, etc. Okay, if A is the first term and R is the common ratio, then terms of GP are A, AR, AR square, AR cube, etc. Now, so first term A1 is A, second term A2 is A into R, third term is AR square, fourth term A4 is AR cube. What is A5? A4 is AR⁴. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 3 വരും. അപ്പോൾ A5 എന്തായിരിക്കും? AR⁴. AR⁴. A10 എന്തായിരിക്കും? AR⁹. AR⁹. Then what is AN? Nth term AN? AR⁴ AR⁴ This is the formula for finding nth term of a GP. Nth term of a GP is given by AN equal to AR⁴ Okay, A4 വരുമ്പോൾ AR ക്യൂബ് വരും, ഒന്ന് കുറയണം. A5 വരുമ്പോൾ AR⁴. ആറിൻ്റെ പവർ ഒന്ന് കുറയും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4 മാത്രമേ ഉള്ളൂ. ഇവിടെ n ആണെങ്കിൽ ഇവിടെ വരുന്നത് n-1 ആണ്. AR⁴ വരും. ഇതാണ് nth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
an equal to nth term of a GP equal to a into r raised to n minus 1. അപ്പോൾ നമുക്ക് എയും ആറും അറിയാമെങ്കിൽ ആ ജി പിയുടെ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എ എൻ ഈക്വൽ ടു എ ആർ റേസ് ടു എൻ മൈനസ് 1. Okay, if a is the first term and r is the common ratio, then general term or nth term of the GP is an equal to a into r raised to n minus 1. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് sum of n terms of a GP. Sum of n terms is denoted by Sn, sum of first n terms. അതായത് Sn എന്ന് വെച്ചാൽ a1 plus a2 plus a3 plus a4 plus etc plus en. ഈ n ടേംസിൻ്റെ സം ആണ് Sn കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എനി സീക്വൻസ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് GP. നൗ സോ ദിസ് സം നമ്മളിപ്പോൾ എസ് ആയിട്ട് എടുക്കാം. അതിനെ എന്നിന് പകരം n എഴുതാണ്ട് എസ് മാത്രമായിട്ട് എടുക്കാം. a1 എന്ന് പറയുമ്പോൾ a ആണ്, ഫസ്റ്റ് ടേം a ആണ്, സെക്കൻഡ് ടേം a ഇൻറ്റു ആർ. ഓക്കെ, ഇഫ് a is the first term, r is the common ratio, first term is a, second term is a into r, third term is a r square, etc. Last term is a r raised to n minus 1. Nth term or last term is a r raised to n minus 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ സമ്മിന് ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇക്വേഷൻ 1 ഇൻറ്റു ആറ് ചെയ്തു. അതായത് ഇവിടെ എസ് ഇൻറ്റു ആറ് ചെയ്തു. എല്ലാ ടേംസിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇക്വേഷൻ 1-ലെ എല്ലാ ടേംസിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ എസ് ഉള്ളത് എസ് ഇൻറ്റു ആറായി, ഇപ്പുറത്ത് എ ഉള്ളത് എ ഇൻറ്റു ആറ് വരും. എ ആറ് എന്നുള്ളത് എ ഇൻറ്റു ആർ സ്ക്വയർ ആയിട്ട് മാറും. എ ആർ സ്ക്വയർ ഉള്ളത് എ ആർ ക്യൂബ് ആയിട്ട് മാറും, എക്സെട്ര. ലാസ്റ്റ് ടേം എ ആർ റൈസ് ടു എൻ ആയിട്ട് വരും. പവർ ഒന്ന് കൂട്ടണം, കാരണം നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ടേംസിനെയും ഇക്വേഷൻ 1-ലെ എല്ലാ ടേംസിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എസ് ആർ ഈക്വൽ ടു എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു എൻ. ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കും. ഇനി ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ 1-ൽ നിന്നും ഇക്വേഷൻ 2 മൈനസ് ചെയ്യും. ഓക്കെ, 1 മൈനസ് 2 ചെയ്യും. സോ വി ഗെറ്റ് എസ് മൈനസ് എസ് ആർ. ഓക്കെ, എസ് മൈനസ് എസ് ആർ. ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈന് മൈനസ് ചെയ്യാൻ പോവാണ്. ഇപ്പം എ അവിടെ ഉണ്ടാകും, എ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല, എ അവിടെ തന്നെ ഉണ്ടാകും. എ ആർ മൈനസ് എ ആർ 0 ആയിട്ട് വരും. എ ആർ മൈനസ് എ ആർ 0. എ ആർ സ്ക്വയർ മൈനസ് എ ആർ സ്ക്വയർ, അതും അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഈ എ ആർ സ്ക്വയറിന് ശേഷം എ ആർ ക്യൂബ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ആ എ ആർ ക്യൂബും ഇവിടുത്തെ എ ആർ ക്യൂബും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഈ എ ആർ റൈസ് ടു എന്നിൻ്റെ തൊട്ട് ബാക്കിൽ എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഉണ്ട്. ഇതിന് തൊട്ട് ബാക്കിലത്തെ ടേം ആണത് എ ആർ റൈസ് ടു എൻ മൈനസ് 1. ഈ എ ആർ റൈസ് ടു എൻ മൈനസ് 1ഉം ഇവിടുത്തെ എ ആർ റൈസ് ടു എൻ മൈനസ് 1 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് ആയിട്ട് പോകും, ക്യാൻസൽ ചെയ്തിട്ട് പോകും. എ ആർ റൈസ് ടു എൻ മൈനസ് 1ഉം ഇവിടുത്തെ എ ആർ റൈസ് ടു എൻ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടേം ഉണ്ടാകും. മൈനസ് ചെയ്യുന്നത് കൊണ്ട് അത് മൈനസ് എ ആർ റൈസ് ടു എൻ ആയിട്ട് വരും. ഒന്നും കൂടി പറയാം, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്തു പോകും. 5 മൈനസ് 5 0 എന്ന് വരുന്ന പോലെ എ ആർ മൈനസ് എ ആർ 0, എ ആർ സ്ക്വയർ മൈനസ് എ ആർ സ്ക്വയർ 0, എ ആർ ക്യൂബ് മൈനസ് എ ആർ ക്യൂബ് 0, എ ആർ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് എ ആർ റൈസ് ടു എൻ മൈനസ് 1 0. ആ ടേംസ് എല്ലാം സെയിം ടേംസ് എല്ലാം 0 ആയിട്ട് പോകും. ഇവിടെ ഒരു എ ഉണ്ടാകും, ഫസ്റ്റ് ലൈനിൽ ഒരു എ ഉണ്ടാകും, സെക്കൻഡ് ലൈനിൽ ഒരു എ ആർ റൈസ് ടു എൻ ഉണ്ടാകും. ഈ എ അതുപോലെ താഴെ കൊണ്ടുവന്ന് എഴുതി, എ എന്ന് എഴുതി. എ ആർ റൈസ് ടു എൻ ഇവിടെ മൈനസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൈൻ മൈനസ് വരും, മൈനസ് എ ആർ റൈസ് ടു എൻ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടേംസിൽ നിന്നും എസ് കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. ടേക്ക് എസ് ഔട്ട് സൈഡ്. റിമൈനിങ് ടേംസ് ആർ 1 മൈനസ് ആർ. Okay, when we take s outside, here s into 1, this s is s into 1. So remaining terms are 1 minus r. From r, just take a outside. Taking a outside, remaining terms are 1 minus r raised to n. ഇവിടെ നിന്ന് ഈ എ കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. എ പുറത്ത് പോകുമ്പോൾ ഇവിടെ 1 ഉണ്ടാകും. ഓക്കെ, എ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 1 ആണ്. സോ വെൻ വി ടേക്ക് എ ഔട്ട്സൈഡ്, റിമൈനിങ് ടേംസ് ആർ 1 മൈനസ് r raised to n. സോ s is equal to a into
1 minus r raised to n divided by 1 minus r. ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. S is equal to a into 1 minus r raised to n divided by 1 minus r. Sum of n terms of a GP is given by a into 1 minus r raised to n divided by 1 minus r. നന്നായിട്ട് പഠിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ തന്നെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഇതുപോലെയും എഴുതാം. a into r raised to n minus 1 divided by r minus 1 എന്നും എഴുതാം. അതായത് ന്യൂമറേറ്ററിൽ 1 മൈനസ് ആർ റേസ് ടു എൻ, ഡിനോമിനേറ്ററിൽ 1 മൈനസ് ആർ ആണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നേരെ തിരിച്ചിടണം. ആർ റേസ് ടു എൻ -1 ഡിവൈഡ് ബൈ ആർ -1. ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ 1 ഗ്രേറ്റർ ദാൻ ആർ ആകുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. 1 മൈനസ് ആർ പോസിറ്റീവ് കിട്ടുന്ന പോലെ 1 ഗ്രേറ്റർ ദാൻ ആർ, അപ്പോൾ 1 വലുതാകുന്ന സമയത്ത് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കും. അതായത് ആറിൻ്റെ വാല്യൂ 1/2, ആർ ഈക്വൽ ടു 1/3 ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത് 2/3, 1/5 ആറിൻ്റെ വാല്യൂ ആ ടൈപ്പ് വരുമ്പോൾ ലെസ് ദാൻ 1 ആകുന്ന സമയത്ത്, ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആകുന്ന സമയത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കും. സെക്കൻഡ് ഇക്വേഷൻ അതിൽ r -1 ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ r ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കും. r ലെസ് ദാൻ 1 ആകുമ്പോൾ, r ലെസ് ദാൻ 1 ആയാൽ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കും. r ഗ്രേറ്റർ ദാൻ 1 ആയാൽ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കും. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഈ കണ്ടീഷൻ നോക്കാണ്ട് നമ്മൾ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. മുകളിലൊരു മൈനസും താഴെ ഒരു മൈനസ് വരും, ആ മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ സം ഓഫ് ഫസ്റ്റ് n terms of a GP Sn equal to a into 1 minus r raised to n divided by 1 minus r, or Sn equal to a into r raised to n minus 1 divided by r minus 1. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവാണ്. പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ an, nth ടേം ഇസ് a r raised to n minus 1. Okay, nth term of a GP is a r raised to n minus 1. Sum of n terms is a into r raised to n minus 1 divided by r minus 1. അതേ ഓർഡറിൽ തന്നെ എഴുതണം. ഇവിടെ r raised to n minus 1 എഴുതിയാൽ ഇവിടെയും r minus 1 ആണ് വരുന്നത്. നേരെ തിരിച്ചു വന്നാൽ 1 minus r raised to n ആണെങ്കിൽ ഇവിടെ 1 minus r വരും. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. Sn equal to a into r raised to n minus 1 divided by r minus 1. Now first problem. Find the 10th and nth terms of the GP 5, 25, 125, etc. We have to find 10th term and nth term of the GP 5, 25, 125, etc. Given GP is 5, 25, 125, etc. So first term a is equal to 5. First term a is equal to 5. Common ratio r is equal to second term divided by first term. 25 by 5 which is equal to 5. Okay, common ratio കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. Second term divided by first term. 25 by 5 which is equal to 5. Now we have to find a10. a10. We know that an equal to a into r raised to n minus 1. So what is a10? a r raised to 9. a r raised to 9. So this is equal to 5 into a is 5. So 5 into r is 5. 5 raised to 9. 5 into 5 raised to 9, which is 5 raised to 10. X raised to m into x raised to n is x raised to m plus n. Power add ചെയ്യണം. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ പവർ ആഡ് ചെയ്യണം. ഇവിടെ ബേസ് 5 ആണ്. ആദ്യത്തെ ടേമിൻ്റെ പവർ 1 ആണ്. 5 raised to 1 into 5 raised to 9. That is 5 raised to 1 plus 9. That is 5 raised to 10. അതാണ് ആൻസർ. 5 raised to 10 എന്ന് എഴുതി വെച്ചാൽ മതി. Now we have to find the nth term. an is a r raised to n minus 1. a is 5, r is 5. 5 into 5 raised to n minus 1, which is 5 raised to 1 plus n minus 1. Okay, power add ചെയ്യണം. 5 raised to 1 into 5 raised to n minus 1 is 5 raised to 1 plus n minus 1. That is 5 raised to n. So nth term is 5 raised to n. Okay, here we have to find a10 and an. a10 is a r raised to 9. 5 into 5 raised to 9, which is 5 raised to 10.
an is a r raised to n minus 1. a is 5, r is 5. 5 into 5 raised to n minus 1 power add ചെയ്യുക. 5 raised to 1 plus n minus 1. 1 minus 1 cancel ചെയ്ത് പോകും, n വരും. 5 raised to n. Now second one, which term of the GP 2, 8, 32 etc. up to n terms is 131072. എത്രാമത്തെ ടേം ആണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ടേം തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ടേം ഓഫ് ദ ജി പി ഈസ് 131072. nth ടേം തന്നിട്ടുണ്ട് 131072 എന്ന് പറഞ്ഞ ഒരു ടേം. ഈ ജി പിയിൽ എവിടെയോ വരുന്ന ഒരു ടേം ആണ് തന്നിരിക്കുന്നത്. 131072. ഓക്കെ, 1,31,072 എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അത് nth ടേം ആയിട്ട് നമ്മൾ എടുക്കണം. ആ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ ടേം ആണ് ആ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം എ എന്താ 2 ആണ്. കോമൺ റേഷ്യോ ആർ എസ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം 8/2 വിച്ച് ഇസ് ഈക്വൽ ടു 4. 2 into 4 8. 8 into 4 32. Common ratio is a2/a1 8/2 which is equal to 4. Now given nth term an equal to 131072. ഇനി nth term കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. nth term കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? a r raised to n minus 1. So a into r raised to n minus 1 equal to 131072. Okay, an is a r raised to n minus 1. ഇനി നമ്മുടെ എയുടെ വാല്യൂ a2 ആണ്, r 4 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 4 raised to n minus 1 equal to 131072. Okay, a is 2, r is 4. So 2 into 4 raised to n minus 1 equal to 131072. So 4 raised to n minus 1 equal to 131072 divided by 2. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6553 ഓക്കെ, ഈ നമ്പറിനെ മുകളിലിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 65536 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ 4 raised to ഒരു സംഭവം ഒരു നമ്പർ വരുന്ന പോലെ എഴുതണം. കാരണം ഇവിടെ ഇരിക്കുന്നത് 4 raised to n minus 1 ആണ്. ഈ സൈഡിൽ LHSൽ ഇരിക്കുന്നത് 4 raised to n minus 1 ആണ്. ഈ നമ്പറിനെ നമ്മൾ 4 raised to ഏതോ ഒരു നമ്പർ വരുന്ന പോലെ വേണം എഴുതാൻ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ലോങ് ഡിവിഷൻ മെത്തഡാണ് ഉപയോഗിക്കേണ്ടത്. ലോങ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. 65536 ഈ നമ്പറിനെ 4 കൊണ്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. ലോങ് ഡിവിഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 6ൽ ഈ നമ്പറിൽ 65536ൽ 4 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് ആ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 6ൽ ഒരു പ്രാവശ്യം പോകും, 25 വരും. 6 3 33 8 16 4. Okay, 65536 divided by 4 is 16384. Okay, 16,384. ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഒന്നും കൂടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 0 38 വരും, 9 വരും, 36 24 വരും, 6 വരും. ഒന്നും കൂടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ൽ ഒരു പ്രാവശ്യമാണ്, 0ൽ അതുകൊണ്ട് 0 എഴുതണം. 9 2 പ്രാവശ്യം പോകും. പിന്നെ 16 4. Again divided by 4. 2 22 5 24 6. 4 into 6 16 വരും, 4 വരും. 1 6 4 4. ഇതുപോലെ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ഈ നമ്പറിനെ ഇവിടെ ഇരിക്കുന്ന ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. സോ 65536 is equal to നമുക്കിവിടെ എത്ര 4 കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, എത്ര പ്രാവശ്യം നമുക്ക് 4 കിട്ടി? ഇവിടെ മുതൽ എണ്ണണേ. ഓക്കെ, 1 2 3 4 5 6 7 8. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 raised to 8. ഈ നമ്പറിനെ നമ്മൾ 4 raised to 8 പോലെ എഴുതണം. അതിനാണ് നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഇതിൽ എത്ര പ്രാവശ്യം 4 വരുന്നുണ്ട് നമുക്ക് കിട്ടും. 8 പ്രാവശ്യമാണ് 4 വരുന്നത്. This number is equal to 4 raised to 8. So 4 raised to n minus 1 equal to 4 raised to 8. ഇനി എന്ത് ചെയ്യണം? ബേസ് സെയിം ആണ്, 4 ആണ്. പവർ ഇക്വേറ്റ് ചെയ്യണം. n minus 1 equal to 8. n equal to 8 plus 1 which is equal to 9. Okay. So answer is 9. Now next one. In a GP, the third term is 24 and the sixth term is 192. Find the 10th term.
എന്തൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ ആദ്യം എഴുതാം. തന്നിരിക്കുന്നത് തേർഡ് ടേം ഇസ് 24. A3 ഈക്വൽ ടു 24 തന്നിട്ടുണ്ട്. പിന്നെ A6 ഈക്വൽ ടു 192, A6 ഈക്വൽ ടു 192 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? A10 ആണ് കണ്ടുപിടിക്കേണ്ടത്. A10 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം AN ഈക്വൽ ടു AR റേസ് ടു n മൈനസ് 1. AN is AR റേസ് ടു n മൈനസ് 1. അപ്പോൾ നമുക്ക് A10 എന്ന് പറയുമ്പോൾ A10 is AR റേസ് ടു 9 ആണ്. അപ്പോൾ നമുക്ക് എയും വേണം ആറും വേണം. A10 കണ്ടുപിടിക്കണമെങ്കിൽ A കണ്ടുപിടിക്കണം, R കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. A3 24. A3 എന്ന് പറയുമ്പോൾ AR റേസ് ടു 2 ആണ്. A3 is AR റേസ് ടു 2 which is equal to 24. A6 is AR raised to 5 which is equal to 192. Okay, A3 is AR raised to 2, 24. A6 is AR raised to 5 which is 192. Let it be equations 1 and 2. Now divide second equation by first equation. Second equation ne first equation കൊണ്ട് divide ചെയ്യണം. AR raised to 5 equal to 192. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതിനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ വരും. AR raised to 5 divided by AR square equal to 192 divided by 24. അപ്പോൾ ഇവിടെ A ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഒരു R സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ R ക്യൂബ് ഉണ്ടാകും. ഓക്കെ, A ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടെ R raised to 5 ഉണ്ട്. 5 പ്രാവശ്യം R ഉണ്ട്. ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യത്തിൽ R ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ 3 R ഉണ്ടാകും. അതായത് R ക്യൂബ്. ഇനി ഇതിൽ പോകുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളിതിനെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ 6 കോമൺ ആണ്. 192ലും 24ലും 6 പോകും. 6 into 3 is 18, then 2. 24 വരുമ്പോൾ 4 ആണ്. ഇനിയിപ്പോൾ 32 divided by 4 is 8. ഓക്കെ, 32 divided by 4 is 8. ഈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. 8 is equal to 2 into 2 into 2. So 8 is 2 cube. So we have R cube equal to 2 cube. R cube is equal to 2 cube. So what is R? 2. R is equal to 2. ഇപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. കണ്ടുപിടിച്ചത് തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. A3യും A6ഉം തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എഴുതി സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. AR സ്ക്വയർ ഇസ് 24. അതിൽ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. AR സ്ക്വയർ ഈക്വൽ ടു 24, R is equal to 2 നമുക്കിപ്പോൾ കിട്ടി. R is equal to 2 നമുക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. A is equal to 24 divided by R square. A is equal to 24 divided by R square, that is 24 divided by R is 2 square which is 4. 24 divided by 4 is 6. So A is equal to 6 and R is equal to 2. We have to find A10. A10 is AR raised to 9. That is 6 into 2 raised to 9. A10 is A into R raised to 9. A is 6, R is 2. So 6 into 2 raised to 9. Now this 6 is 3 into 2. 6 is 3 into 2. So 3 into 2 into 2 raised to 9. This is equal to 3 into 2 raised to 1 into 2 raised to 9 is 2 raised to 10. Okay, 2 raised to 10 which is equal to 1024. 2 raised to 10 is 1024. Now this is equal to 3 കൊണ്ട് multiply ചെയ്യാം. So answer is 3072. Okay, A10 equal to 3072. Next problem, find the sum of first n terms and the sum of first 5 terms of the geometric series 1 plus 2 by 3 plus 4 by 9 plus etc. ഇവിടെ ഇപ്പോൾ ജോമെട്രിക് സീരീസാണ് തന്നിരിക്കുന്നത്. കറസ്പോണ്ടിങ് സീക്വൻസ് നമുക്ക് കിട്ടും. 1, 2 by 3, 4 by 9. ആ ടേംസിനെ പ്ലസ് ചേർത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അത് സീരീസായി. അത്രേ ഉള്ളൂ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീക്വൻസ് എന്ന് പറയുമ്പോൾ 1, 2 by 3, 4 by 9, ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതും. സീരീസ് എന്ന് പറയുമ്പോൾ നടുക്കൊരു പ്ലസ് ചേർത്തിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? സം ഓഫ് ഫസ്റ്റ് n ടേംസ് SN കണ്ടുപിടിക്കണം. പിന്നെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് S5ഉം കണ്ടുപിടിക്കണം. SN കണ്ടുപിടിക്കണം, S5ഉം കണ്ടുപിടിക്കണം. ഓക്കെ, 1 പ്ലസ് 2 by 3 പ്ലസ് 4 by 9 അതാണ് നമ്മുടെ സീരീസ്. 1 പ്ലസ് 2 by 3 പ്ലസ്
4/9 plus etc. Corresponding sequence 1, 2/3, 4/9 etc. So first term a is equal to 1 and common ratio r is equal to 2/3 divided by 1 which is equal to 2/3. Okay, second term divided by first term 2/3 divided by 1 which is equal to 2/3. ഇപ്പോൾ തന്നിരിക്കുന്ന സീരീസ് ജി പി ആണെന്ന് ചിലപ്പോൾ പറയണമെന്നില്ല. പ്രോബ്ലം തരുന്ന സമയത്ത് ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ഗിവൻ സീരീസ് എന്ന് മാത്രം തരും. അത് ജി പി ആണോ എ പി ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നില്ല. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ അങ്ങനെ തരും. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ്. അപ്പോൾ നമ്മളത് തന്നിരിക്കുന്നത് ജി പി ആണോ എ പി ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ r ഈക്വൽ ടു a2/a1 കണ്ടുപിടിച്ചു. അതുപോലെ a3/a2 കൂടി കണ്ടുപിടിക്കാം. a2/a1 നമുക്കിപ്പോൾ 2/3 എന്ന് കിട്ടി. ഇനി a3/a2 കൂടി ചെയ്ത് നോക്കണം. 4/9 ഡിവൈഡ് ബൈ 2/3 വിച്ച് ഇസ് 4/9 ഇൻറ്റു 3/2. റെസിപ്രോക്കൽ എഴുതണം. 2/3യുടെ റെസിപ്രോക്കൽ. 2 ക്യാൻസൽ ചെയ്ത് പോകും, ഒരു 3 ക്യാൻസൽ ചെയ്ത് പോകും, 2/3 എന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത് a2/a1 2/3 എന്ന് കിട്ടി, a3/a2 2/3 എന്ന് കിട്ടി. a2/a1 ഈക്വൽ ടു a3/a2 കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കോമൺ റേഷ്യോ കിട്ടി, 2/3 തന്നെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്ന സീക്വൻസ് എന്തായിരിക്കും? ജി പി ആയിരിക്കും. രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സീക്വൻസ് ജോമെട്രിക് സീരീസ് ആയിരിക്കും. ജോമെട്രിക് സീരീസ്, ഇവിടെ സീരീസാണ് തന്നിരിക്കുന്നത്. ജോമെട്രിക് സീരീസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ജോമെട്രിക് സീക്വൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യണം. ചിലപ്പോൾ ജി പി എന്നോ എ പി എന്നോ ഒന്നും പറയാതെ തരും. ഒരു പ്രാവശ്യം അങ്ങനെ എക്സാമിൽ തന്നിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ആൻസർ തെറ്റിച്ചു. ജി പി തന്നപ്പോൾ എ പിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. അങ്ങനെ ചെയ്താൽ ആൻസർ തെറ്റും. ഇപ്പോൾ ജി പി തന്ന സീക്വൻസ് ജി പി ആണെങ്കിൽ ജി പിയുടെ എസ് എൻ ഉപയോഗിക്കണം. തന്ന സീക്വൻസ് എ പി ആണെങ്കിൽ എ പിയുടെ എസ് എന്നിൻ്റെ ഫോർമുല നമ്മൾ ഉപയോഗിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ജി പി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മളൊന്ന് വെരിഫൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എസ് എൻ കണ്ടുപിടിക്കണം, പിന്നെ S5 കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കണം, സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കണം. നൗ വി ഹാവ് Sn ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r ഉപയോഗിക്കാം. ഇവിടെ r 2/3 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. r ഇസ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു നെഗറ്റീവ് സൈന് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. എ ഇസ് 1, എ ഉള്ള സ്ഥലത്ത് 1 കൊടുക്കുക, 1 മൈനസ് ആർ ഉള്ള സ്ഥലത്ത് 2/3 എന്ന് കൊടുക്കുക. എ ഇസ് 1, ആർ ഇസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ, ആർ ഇസ് 2/3. Now this is equal to 1 r raised to n ഉണ്ട്, 1 minus r raised to n. So 1 minus 2/3 raised to n divided by 1 minus r, that is 1 minus 2/3. That is 1 minus 2/3 raised to n divided by, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. നമ്മൾ ഡിനോമിനേറ്റർ 3 എടുക്കണം. ഓക്കെ, 1ഉം 3 ആണ് ഇരിക്കുന്നത്. 1 into 3, 3 ആണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. 1 into 3 is 3 minus 1 into 2 is 2. So this is equal to 1 minus 2/3 whole raised to n divided by 3 minus 2 is 1. So we get 1/3. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 1/3 ആണ്. അത് ഇൻറ്റു എഴുതുന്ന സമയത്ത് 1/3യുടെ റെസിപ്രോക്കൽ എഴുതണം. സോ 3 ഇൻറ്റു 1 മൈനസ് 2/3 ഹോൾ റേസ് ടു n. ഇതാണ് Sn. n ഉണ്ടാകും അതിൽ. 3 ഇൻറ്റു 1 മൈനസ് 2/3 ഹോൾ റേസ് ടു n. ഇതാണ് നമ്മുടെ Sn. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം ചോദിക്കണേ. Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഡിവൈഡ് ബൈ 1 മൈനസ് r. a is 1, r is 2/3. So 1 minus 2/3 whole raised to n divided by 1 minus r, that is 1 minus 2/3. ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ന്യൂമറേറ്റർ ഒന്നും ചെയ്യാനില്ല, അതുപോലെ വെച്ചാൽ മതി. 1 minus 2/3 is 3 minus 2/3 which is 1/3 divided by 1/3 ആണ്. ഇൻറ്റു എഴുതുന്ന സമയത്ത് 1/3യുടെ റെസിപ്രോക്കൽ വരും. 1/3യുടെ റെസിപ്രോക്കൽ 3 ആണ്. സോ 3 ഇൻറ്റു 1 മൈനസ് 2/3 ഹോൾ റേസ്ഡ് ടു n. ഇനി S5 ഞാൻ ഇവിടെ തന്നെ ചെയ്യുവാണേ. നിങ്ങൾ നോട്ടിൻ്റെ താഴെ ഇട്ട് എഴുതിക്കോളൂ. ഞാൻ S5 ഇവിടെ തന്നെ ചെയ്യുവാണേ. n ഉള്ള സ്ഥലത്ത് 5 കൊടുത്താൽ മതി, S5 കിട്ടും. നമ്മൾ Sn കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
3 into 1 minus 2 by 3 whole raised to n. S5 is equal to 3 into 1 minus 2 by 3 whole raised to 5. That's equal to 3 into 1 minus 2 raised to 5 is 32. 2 raised to 5 is 32. 3 raised to 5, 3 raised to 4 is 81. 81 into 81 into 3, which is 3, 2, 4, 2, 4, 3. 2, 4, 3. So 3 into 2, 4, 3 minus 32 divided by 2, 4, 3. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 2, 4, 3 എടുക്കണം. 1 into 2, 4, 3, that is 243 minus 32. സോ ഇവിടെ ഒരു 3 ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇവിടെ 3യും ഇവിടെ 2, 4, 3 ഉണ്ട്. ഒരു 3 ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്താ വരുക? ഇവിടെ 81 വരും. ഡിനോമിനേറ്ററിൽ 81 വരും. ന്യൂമറേറ്ററിൽ 32 മൈനസ് ചെയ്യുമ്പോൾ 211 വരും. 211 ഡിവൈഡഡ് ബൈ 81. ഇവിടുന്ന് ഒരു 3 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 81 വരും. 243 minus 32 is 211. So S5 equal to 211 divided by 81. ആദ്യം നമ്മൾ SN കണ്ടുപിടിച്ചു. അതിൽ n ഉള്ള സ്ഥലത്ത് 5 കൊടുക്കുമ്പോൾ S5 കിട്ടും. ഇതാണ് S5. How many terms of the GP 3, 3/2, 3/4 etc. are needed to give the sum 3069 divided by 512? Okay, how many terms are needed to give the sum 3069 divided by 512? സം തന്നിട്ടുണ്ട്, SN തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. എത്ര ടേംസ് ആഡ് ചെയ്തിട്ടാണ് ഈ സമ്മ് കിട്ടിയത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സീക്വൻസ് 3, 3/2, 3/4 എക്സെട്ര. സീക്വൻസസ് 3, 3/2, 3/4 എക്സെട്ര. പിന്നെ തന്നിരിക്കുന്നത് സം 3069 ഡിവൈഡ് ബൈ 512. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n ആണ്. എത്ര ടേംസ് ആഡ് ചെയ്താൽ ഈ സമ്മ് കിട്ടും, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Now consider the sequence. Here a is equal to 3, r is equal to a2 divided by a1. That is 3/2 divided by 3. ഈ 3നെ നമുക്ക് 3/1 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 3 ഉണ്ടായിരുന്നു, 3നെ 3/1 ആയിട്ട് എഴുതാം. 3/2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3/1 ആണ്. ഇൻറ്റു എഴുതുന്ന സമയത്ത് 3/1ൻ്റെ റെസിപ്രോക്കൽ 1/3 വരും. ഈ 3 ക്യാൻസൽ ചെയ്ത് പോകും, 1/2 എന്ന് വരും. ഓക്കെ, സോ r is equal to 1/2. r കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. 3/2 ഡിവൈഡഡ് ബൈ 3. 3നെ 3/1 ആയിട്ട് എഴുതുക. 3/2 ഇൻറ്റു 3/1ൻ്റെ റെസിപ്രോക്കൽ 1/3. അപ്പോൾ 3 ക്യാൻസൽ ചെയ്ത് പോകും, 1/2 എന്ന് കിട്ടും. സോ a is equal to 3, r is equal to 1/2. 1/2 ലെസ് ദാൻ 1 ആണ്. Sn equal to a into 1 minus r raised to n divided by 1 minus r. Sum of n terms of a GP is a into 1 minus r raised to n divided by 1 minus r. a ഉള്ള സ്ഥലത്ത് 3 എന്ന് കൊടുക്കുക. a is equal to 3. 1 minus r is 1/2. 1 minus 1/2 raised to n divided by 1 minus 1/2. Okay, r ഉള്ള സ്ഥലത്ത് 1/2 കൊടുക്കണം, a ഉള്ള സ്ഥലത്ത് 3 കൊടുക്കണം. So this is equal to 3 into 1 minus 1/2 raised to n. 1 minus 1/2. 1 minus half is half. So that is equal to 3 into 1 minus 1/2 raised to n. ഹാഫ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഹാഫ് ആണ്, അത് ഇൻറ്റു 2 ആയിട്ട് വരും. ഇൻറ്റു എഴുതുന്ന സമയത്ത് 1/2ൻ്റെ റെസിപ്രോക്കൽ എഴുതണം. ഇൻറ്റു 2 ആയിട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 6 into 1 minus 1/2 raised to n. 6 into 1 minus 1/2 raised to n. ഇതാണ് നമ്മുടെ Sn. ഇനിയിപ്പോൾ തന്നിരിക്കുന്നത് Sn സം 3069 ഡിവൈഡ് ബൈ 512. അതും ഇതും ഈക്വേറ്റ് ചെയ്യാം. Sn തന്നിട്ടുണ്ട്, നമ്മൾ Sn ഇങ്ങനെ ഇതുപോലെ കണ്ടുപിടിച്ചു. സോ വി ഹാവ് 6 into 1 minus 1/2 raised to n. 6 into 1 minus 1/2 raised to n equal to 3069 divided by 512. This implies 1 minus 1/2 raised to n equal to 3069 divided by 512. 1/6 വരും. ഈ മുകളിലെ 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും, 1/6 വരും. ഓക്കെ, സംശയം ചോദിച്ചോളണേ. 1/6. ഇനി 1/6 ഇപ്പോൾ ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പോകും. 3069ൽ 3 ഉണ്ട്,
ഇവിടെ ഒരു 6ൽ 3 ഉണ്ട്. ആ 3 ക്യാൻസൽ ചെയ്ത് പോകും. 1023 എന്ന് വരും. ഓക്കെ, 3069 ഡിവൈഡഡ് ബൈ 3 ഇസ് 1023. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടാകും. 6 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ആണ്. ആ 3 നമ്മൾ ക്യാൻസൽ ചെയ്തു. 512 ഇൻറ്റു 2 വരും. ദാറ്റ് ഇസ് 1024. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. 6 ഇസ് 2 ഇൻറ്റു 3. അപ്പോൾ ആ 3യും ഇവിടുത്തെ ഒരു 3 ക്യാൻസൽ ചെയ്തിട്ട് 1023 എന്ന് കിട്ടി. 512 ഇൻറ്റു 2, ഈ 2 ഉണ്ടായിരുന്നല്ലോ ഇവിടെ ബാക്കിയുള്ളത്, ആ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1024 എന്ന് കിട്ടും. ഈ വാല്യൂ ആണത് 1 മൈനസ് 1/2 raised to n ഈക്വൽ ടു 1023 ഡിവൈഡ് ബൈ 1024. ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. ഇനി നമ്മൾ ഈ നെഗറ്റീവ് ടേമിനെ RHSലേക്ക് കൊണ്ടുപോകും. ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 1 മൈനസ് 1023 ഡിവൈഡ് ബൈ 1024 ഈക്വൽ ടു 1/2 raised to n. ഓക്കെ, ഇപ്പുറത്താ വന്നത്, അത് ഞാൻ അപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ. ഈ ടേമിനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ഈക്വൽ ടു 1/2 raised to n ഉണ്ടാകും, അത് അപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1024 ഡിനോമിനേറ്റർ എടുക്കുക. 1024 മൈനസ് 1023 which is 1 divided by 1024, and we know that 1024 is 2 raised to 10. 2 raised to 10. So we have 1/2 raised to n equal to 1/2 raised to 10. 1/2 raised to 10, 1 is 1 raised to 10. So 1/2 whole raised to 10 എന്ന് എഴുതാം. Okay, so we have 1/2 raised to n is 1/2 raised to 10. So n is equal to 10.